നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നും വന്ന വാർത്ത നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. 21 വയസ്സുകാരനും 22 വയസ്സുകാരനും 22 വയസ്സുകാരന്റെ കുത്തേറ്റ് 21 വയസ്സുകാരൻ മരിക്കുന്നു. 21, 22 ഈ വയസ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ട പലതരത്തിലുള്ള ക്രിമിനൽ വാർത്തകളിലും കേട്ട പേരുകളായിരുന്നു, ഈ വയസ്സുകളായിരുന്നു ഇവയൊക്കെ. 2 കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഒന്നിലധികം കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് വ്യക്തമായ പ്ലാനോടുകൂടി ഒന്ന് പിഴച്ചാൽ മറ്റൊന്ന് എന്ന പ്ലാനോടുകൂടി ഒരു വീട്ടിലേക്ക് എടുത്തു ചാടുന്ന ഈ തേജസ് എന്ന 22 വയസ്സുകാരൻ. ഇതൊന്നും അറിയാതെ വീട്ടിലെ മുകൾ നിലയിൽ ഉണ്ടായിരുന്ന 21 വയസ്സുകാരനായ ഫെബിൻ താഴെ അച്ഛന്റെ നിലവിളി കേട്ട് താഴേക്ക് ഓടി എത്തിയപ്പോൾ ഈ തേജസ് ബുർക്ക ധരിച്ച ഒരാൾ അച്ഛനെ കുത്തുന്ന രംഗമാണ് ഫെബിൻ കണ്ടത്. അത് തടയാൻ ചെന്നപ്പോൾ ഫെബിനെയും ആഞ്ഞു കുത്തി. നട്ടലിനും കഴുത്തിനും കൈക്കും ആഴത്തിലുള്ള മുറിവ്, മാത്രമല്ല നെഞ്ചിലെ 2ഇടങ്ങളിലും ശക്തമായ ആഴത്തിലുള്ള മുറിവ്. നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയോടിയ ഫെബിന്റെ CCTV ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഒരിടവഴിയിൽ ഷർട്ടിടാതെ പാന്റ് മാത്രം ഇട്ടുകൊണ്ട് അവൻ ഇറങ്ങി ഓടിയപ്പോൾ ആ വീണ് കിടന്ന വേദനയോടുകൂടി കിടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന ഞെട്ടലിൽ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഈ കൊല്ലത്തെ ഈ സ്ഥലത്തെ നിവാസികൾ. എന്തായാലും പ്രണയബന്ധത്തിന്റെ പകയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നാണ് വ്യക്തമാകുന്നത്. ഫെബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരിയും ഒക്കെയായ പെൺകുട്ടിയോട് ഈ തേജസ്സുമായുള്ള ബന്ധം വേണ്ട എന്ന് വെക്കണമെന്ന് ആവർത്തിക്കുകയായിരുന്നു. തീർച്ചയായും ഈ തേജസ്സിന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റമായിരുന്നു സത്യത്തിൽ ആ പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നത്. തുടർന്ന് പെൺകുട്ടി ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. എന്താണ് ഈ പിന്മാറാൻ കാരണമെന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ചേട്ടനും നിന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്നാണ് പെൺകുട്ടി തേജസ്സിനോട് പറഞ്ഞത്. ഈ ചേട്ടൻ എന്ന് പറയുന്ന ഫെബിൻ തേജസ്സിന്റെ കൂടെ സുഹൃത്തായിരുന്നു. അതിന്റെ കൂടെയുള്ള പകയായിരുന്നു തേജസ്സിനെ കുത്തിക്കൊല്ലാനുള്ള ശ്രമം നടത്തിയത്. ഫെബിനെ മാത്രമല്ല, ഫെബിന്റെ അച്ഛനെയും അമ്മയെയും ഒന്നടങ്കം വീട് കത്തിച്ച് കൊല്ലാനായിരുന്നു സത്യത്തിൽ തേജസ്സിന്റെ തീരുമാനം. എന്നാൽ ആദ്യ പ്ലാൻ പാളുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടുകൂടിയാണ് നാട്ടുകാരൊക്കെ തന്നെ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത്. നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഒരാൾ ബുർക്ക ഇട്ടുകൊണ്ട് അങ്ങോട്ട് കയറുന്ന കണ്ടെന്ന് പറഞ്ഞായിരുന്നു, ഒരു സ്ത്രീ നടക്കുന്ന പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സംഭവം നടന്ന് ഒരു 5 മിനിറ്റിനകത്ത് അയാൾ തിരിച്ചു വന്നപ്പോൾ അയാൾ അന്നേരമാണ് പറയുന്നത് ഇങ്ങനെ ഒരാളങ്ങോട്ട് കയറുന്ന കണ്ടു എന്ന് പറഞ്ഞു. അവർ ആ കറുത്ത തുണി അവിടെ മുറ്റത്ത് കിടപ്പുണ്ട്. നമുക്ക് അത്ര അറിയത്തില്ല, നമുക്ക് അല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു, ഇത് അറിയത്തില്ലല്ലോ. ബഹളം പെട്ടെന്ന് എല്ലാം കൂടെ ഒരു മിനിറ്റിനകത്തായിരുന്നു സാധനം. പറഞ്ഞ ഒരു സ്ത്രീയെ പോലെ വന്നേ എന്തോ ഇല്ലല്ല ബഹളം എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. അകത്ത് കയറി പെട്രോൾ ഏതാണ്ട് കൊണ്ടുവന്നിരുന്നു. പെട്രോൾ ഏതാണ്ട് കൊണ്ടുവന്നിട്ട് ഈ അവരുടെ അച്ഛൻ്റെ ദേഹത്തെ ഒഴിച്ചിട്ട് കത്തിക്കാൻ എങ്ങാണ്ടായിരുന്നു പ്ലാൻ. അപ്പോൾ ഈ പയ്യനെ ബഹളം കെട്ടുകൊണ്ടാന്ന് തോന്നുന്നു അകത്തുനിന്ന് വന്നത്. ഷർട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതാ സംഭവിച്ചത്. പയ്യനൊരു 22 വയസ്സിനകത്തേ ഉള്ളൂ. BCom സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട്. പിന്നെ സൊമാറ്റോയിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. നല്ല പയ്യനാണ്, വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം. ഒരു സഹോദരി ഉണ്ട്. അവരെ ഇവിടെ സഹോദരിയില്ല, അവർ കോഴിക്കോട്ടാണ്. അവർ ഫെഡറൽ ബാങ്കിലെ കണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വർഷം ആയുള്ളൂ ജോലിക്ക് കയറിയിട്ട്. അവരെ ഉണ്ടായിരുന്നുള്ളൂ, അവരില്ലായിരുന്നു. ഇവർ അച്ഛനും അമ്മയും പയ്യനും മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചു. എന്തോ അവരൊരു 10-15 വർഷമായി വീടൊക്കെ വന്ന് വാങ്ങിച്ച് താമസമായിട്ട്. ഒരു കുഴപ്പക്കാരുമല്ല, നല്ല ആൾക്കാരാണ്. ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണ്. സഹകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സഹകരണമൊന്നുമില്ല. അവരുടെ കാര്യങ്ങൾ നോക്കും. പിന്നെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ, വീട്ടുകാരിയായിട്ട് അവർ വന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ജോർജ് തോമസ് ഇവിടെ ബെൻസർ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ്. കുറേ നാളായിട്ട് കക്ഷി അവിടുത്തെ ഡ്രൈവറായിരുന്നു. അമ്മയ്ക്കിപ്പോൾ നേരത്തെ അംഗനവാടിയിലൊക്കെ ടീച്ചറായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഏതോ ഒരു ജോലി കഴിഞ്ഞ ആഴ്ച കണ്ടായി എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. വീട്ടുകാർ പറഞ്ഞപ്പോൾ അറിയുന്നത്. നിലവിളി അവർ അച്ഛനും അമ്മയും നിലവിളി കേട്ടോണ്ടാവുന്നല്ലോ ഇറങ്ങി വരുന്നേ. ഇവിടെ തൊട്ടടുത്തല്ലേ വീട്. ഞാൻ സിറ്റ് ഔട്ട് ചെയ്യുമ്പോൾ നിലവിളി കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ കിടന്ന് നിലവിളിച്ചുകൊണ്ട് ഈ അച്ചായൻ ഈ കൈയുടെ ഈ ഭാഗത്തെ ബ്ലഡ്, അച്ചായൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, വീട്ടിൽ ഇരിക്കുന്ന സമയമില്ലേ, ദേഹത്ത് മൊത്തം ബ്ലഡായിട്ട് അച്ചാനും ഓടി വരുന്നു. ഈ അമ്മാമ്മയും
ഓടി വരുന്നുണ്ട്. അയ്യോ എൻ്റെ മോനാന്നേ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോഴാണ് അവിടെ പെട്ടെന്ന് നോക്കുന്നത്. അപ്പോൾ പയ്യൻ കിടക്കുകയാണ് റോഡിൽ, ഈ മൈതിൻ്റെ അങ്ങേയറ്റത്ത് മൂലയ്ക്ക്. ആരാണ് പയ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ആരായാലും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഒരു ഫെബിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പയ്യനും മാത്രമേ ഉള്ളൂ. ഒരു സഹോദരിയുണ്ട്, സഹോദരി ഇപ്പോൾ ഇല്ല. അവർ കോഴിക്കോട്ട് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. അവരിപ്പോൾ ഇല്ല, അവിടെ താമസിക്കുന്നു. അത്ര അവർ 4 പേരേ ഉള്ളൂ. ഒരു വിവരവും നമുക്ക് അതിശയം, നാട്ടുകാർക്കെല്ലാം അതിശയമായത് ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു ഇഷ്യൂ ആരുമായിട്ടും ഇല്ല. ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെയോ പയ്യൻ്റെ ഒരു ഒച്ച പോലും അതാണ് ഞങ്ങളും ആലോചിക്കുന്നത്. എന്താ ഈ ഒരു വൈരാഗ്യത്തിലോട്ട് എത്താൻ വേണ്ടി? അവൻ്റെ പൊളിറ്റിക്സ് ഇല്ല, അവനെ ലഹരി ഉപയോഗിക്കത്തില്ല, അവൻ ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. ഇപ്പോൾ ഒരു ബുള്ളറ്റൊക്കെ ഒരു 5-6 മാസം മുമ്പ് എടുത്തിരുന്നു. അപ്പോൾ വീട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നതൊക്കെ അതിൻ്റെ ബാധ്യതയൊക്കെ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിച്ചു പോകുന്നവരാ. സംഭവം മനോരമയുടെ സംഭവം അറിഞ്ഞതിന് ശേഷമാണോ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇങ്ങോട്ട് വരുന്നത്. എങ്ങനെയാണ് ഈ കുടുംബമായിട്ടുള്ള ബന്ധമില്ല, പക്ഷെ ആരെയും പരിചയമില്ല. 4 പേരെ എനിക്ക് പരിചയമില്ല. പക്ഷെ ഞങ്ങളിവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ബന്ധവും വേറെ ഉണ്ട്. വോട്ട് പിടിക്കാൻ, പാർട്ടിക്കാരുടെ വോട്ട് പിടിക്കാനാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരല്ല. വലിയ നാട്ടുകാരുമായിട്ടൊന്നും അടുപ്പില്ലാത്തൊരു കുടുംബമാണോ? എങ്ങനെയാണ് അത് ഫെബിൻ്റെ കുടുംബം? അവർക്ക് അതിനുള്ള സമയമില്ല. പക്ഷെ പ്രശ്നക്കാർ അങ്ങനെ വലിയ മറ്റു വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും നേരത്തെ ഉണ്ടായിട്ടില്ല. ഈ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ ആ കുത്തുകൊണ്ട് ഓടുന്ന രംഗം സമാധാനപരമായി ജീവിക്കുന്ന ആളുകൾ വളരെ ശുദ്ധരാ, ഫെബിനുൾപ്പെടെ എല്ലാവരും. മിടുക്കം കുഞ്ഞുങ്ങളുമാണ്. മിടുക്ക് അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഉച്ചിപ്പോന്ന് സംസാരിക്കുന്ന ആളുകളല്ല. പിന്നെ ഇപ്പോൾ ഒരു 20 വർഷം ആയിട്ടുള്ള ഇവിടെ വീട് വെച്ചിട്ട്. അതിനു മുമ്പ് എവിടെയാ താമസിക്കാന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അതേപോലെ ഈ പയ്യൻ നീണ്ടകരയുള്ളതെന്നാണ് വാർത്ത. എനിക്ക് അവരെ അറിഞ്ഞുകൂടാ. ഈ പയ്യനൊന്നും നേരത്തെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കണ്ടിട്ടില്ല. വലിയ നടക്കുന്ന സംഭവമാണ് നമ്മുടെ നാട്ടിൽ. ഒന്നാണ് ഇവിടെ ഈ പ്രദേശത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ വീട്ടിന് മുന്നിൽ ഇതിന് മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഇതിന് മുന്നേ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. ഇതിനു മുമ്പ് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവരെല്ലാവരും അവരൊന്നും പ്രശ്നക്കാരല്ല. അവർ തള്ളേന്നത് അവരെ വീട്ടിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പുറത്തോട്ടൊന്നും ആരുമായിട്ട് വലിയ അടുപ്പമൊന്നും ഉള്ളവരില്ല. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആശുപത്രി ബെൻസിർ ആശുപത്രി. ജോർജ് ഡ്രൈവറാണ് അവിടുത്തെ. പിന്നെ ഈ ഫെബിൻ്റെ അമ്മയുമാണ് വീട്ടിൽ. അമ്മയും സഹോദരി ഇവിടെ കോഴിക്കോട് ജില്ല അവിടെ ജോലി ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഈ പെൺകുട്ടിയുടെ വിവാഹം അടുത്ത് ഉറപ്പിച്ചിരുന്ന അങ്ങനെ എന്തെങ്കിലും ആണോ? ഉറപ്പിച്ചിരുന്നെന്നാണ് അറിയുന്നത്. ഇദ്ദേഹമായിട്ട് വിവാഹം ഉറപ്പിക്കുകയും പിന്നെ അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് ഞങ്ങൾ അറിയുന്നത്. അടുത്ത വിവാഹം എന്തെങ്കിലും നടക്കേണ്ടിയിരുന്നോ? അങ്ങനെയാണോ? ഇല്ലല്ല, അങ്ങനൊന്നുമില്ല. ഈ പുള്ളിക്കാരിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ ഇതിൽ നിന്ന് പിന്മാറിയെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നലെ ഞാൻ കടയിലോട്ട് പോകാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഓട്ടോയ്ക്കകത്ത് പയ്യനെ കൊണ്ടുവന്നത്. അന്നേരം 10-20 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഇതുവഴി ഞാൻ പാസ് ചെയ്ത് പോയപ്പോൾ ഇവിടുന്ന് ഇല്ലായിരുന്നു. അപ്പോൾ ഈ അവിടെ ഉത്സവം നടക്കും. അപ്പോൾ ഇവിടെ പാട്ടും ബഹളോ. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ചിലപ്പോൾ അവർ നിലവിളിച്ച് കാണുക. അന്നേരം ആരും കേൾക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട്. ഫെബിനെ അറിയാമോ? അറിയാം. പയ്യനൊന്നും ഇവിടുന്ന് കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യന. ഇതിൽ അവർ 10-20 കൊല്ലായതേ ഉള്ളൂ. ഇത് വേറെ ആളെ സ്ഥലമായിരുന്നു. ഇവർ മേടിച്ചിട്ട് ഒരു 10-20 വർഷമായതേ ഉള്ളൂ. അപ്പം അന്നേരം ഇത് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പയ്യനാന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. പക്ഷെ ബ്ലഡിനകത്ത് അവിടെ മൊത്തം വീണു. 8 മണിയായി. വിശ്വസിക്കാനായോ? വിശ്വസിക്കാനാവുന്നുണ്ടോ ഇപ്പോഴും ഇങ്ങനെ ഒരു സംഭവം? കുഴപ്പമില്ല, ഞാനിപ്പം വിശ്വസിക്കുന്നില്ല. ഈ തേജസിനെ പറ്റി എങ്ങനെയാണ്? തേജസിന്റെ ഈ കുട്ടിയുടെ സ്വഭാവത്തെ പറ്റി, തേജസിന്റെ സ്വഭാവത്തെ പറ്റി? ഒന്നുമില്ല, അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പാസ്സായിട്ട് നിൽക്കുകയായിരുന്നു. ഈ സഹോദരനാണുള്ളത്? എൻ്റെ സഹോദരൻ, അവൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോലിയാണ്.